അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. മീനാർവി മലയിൽ താമസിക്കുന്ന നമ്മുടെ കൊളംബിയൻ മൊയ്തീൻ മുസ്ലിയാരുടെ മകൻ പ്രിയപ്പെട്ട നസ്രുദ്ദീൻ അൻവരി 2 കിഡ്നിയും രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിലാണ്. ഡയാലിസിസും മറ്റുമൊക്കെയാണ് അതിൻ്റെ പ്രതിവിധി. എന്നാൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യുന്നത്. ചിലവേറിയ ഈ ഒരു ചികിത്സയ്ക്ക് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മീനാർകുഴി മഹലിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നസ്രുദ്ദീൻ അൻവരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ധാരാവതിയിലൂടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇതിനെ നൽകിക്കൊണ്ട് ഇതിനെ വിജയമാക്കി തീർക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ നസ്രുദ്ദീൻ അൻവരിയുടെ അസുഖത്തെ അള്ളാഹു ഭേദപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഭിമന്യരായ ഉസ്താദുമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മുല്ലപ്പള്ളി മീനാർകുഴി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി, ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന ചെയ്യേണ്ടി വന്നത്. മീനാർകുഴിയിൽ മഹല്ലിൽ താമസിക്കുന്ന കുളമ്പിൽ മൊയ്തീൻ മുസ്ലിയാർ എന്നിവരുടെ മകൻ നസ്രുദ്ദീൻ അൻവരി എന്നവരുടെ 2 കിഡ്നിയും തകരാറിലായി ചികിത്സയിലാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസ് ചെയ്ത് വരുന്നുണ്ട്. ചികിത്സക്കായി വളരെ പ്രയാസപ്പെടുകയാണ്. നസ്രുദ്ദീൻ അൻവരിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന നിലയിലാണ് ഡോക്ടർമാരുടെ നിഗമനം. അതുപോലെ നമ്മുടെ അഭ്യുദയാകാംക്ഷികളായ ആളുകളും ആ വിഷയത്തിലേക്ക് വളരെ താല്പര്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു 3-4 ആലിമീങ്ങൾ, വൈദ്യമാരായിട്ടുള്ളവരും മറ്റുള്ള നിലക്കുള്ള ആളുകളും. ഇപ്പോൾ അൻവരിയായിട്ടുണ്ട്, അൻവരി പാസ്സായിട്ടുണ്ട്, ബിരുദം എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അളാപ്പയുടെ പേരമകനായ ഒരു കുട്ടിയാണത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് സഹായിക്കണമെന്നും അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ സഹോദരന്മാർ, വൈദ്യന്മാരായിട്ടുള്ള ആളുകൾ, മറ്റു മുതഅല്ലിമീങ്ങൾ, പല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചു ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ സന്തതികൾ എല്ലാവരും ഈ വിഷയത്തിൽ കാര്യമായി സഹായിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. സാധാരണഗതിയിലുള്ളൊരു രോഗമല്ല, വളരെ പ്രയാസപ്പെട്ട നിലയിലുള്ള രോഗമാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി, കുട്ടിൻ്റെ സഹായത്തിനു വേണ്ടി, എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ബന്ധുവിൻ്റെ സഹായത്തിനു വേണ്ടി, അവൻ്റെ ഉയർച്ചയ്ക്കു വേണ്ടി, അവൻ്റെ അഭിവൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കഴിയുന്ന സഹായങ്ങൾ നൽകണമെന്നും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളി മദ്രസകൾ തുടങ്ങിയുള്ളവർ ആ വിഷയത്തിലേക്ക് കാര്യമായി സഹായിക്കണമെന്നും നിങ്ങളോട് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. ഒരു മുതഅല്ലിമാണ്. ഇൽമിൻ്റെ ഭാഗത്ത് ഏകദേശം അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയായിട്ടുണ്ട്. ഇനി ചികിത്സ നിർവഹിച്ചതിന് ശേഷമാണ് അവന് ദീനീ രംഗത്തേക്ക് വരാൻ സാധ്യമാവുക. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് സഹായിക്കാൻ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവൻ്റെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. സഹായിക്കുന്ന എല്ലാവർക്കും അതിലേക്ക് തൻ്റെ രോഗശമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ സഹായം, കാര്യമായ സഹായം എല്ലാവരും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.